ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളും കുഴപ്പമില്ലാതെ പോകുന്നു കേട്ടോ. ഇപ്പം അമ്മച്ചിക്ക് ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്. അപ്പോൾ അതിൻ്റേതായ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ആരുടെയും സഹായമില്ലാതെ അമ്മച്ചി തന്നെ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ അമ്മമാരാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഒരു വീക്കെൻഡ്സ് ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കും. നമ്മളെല്ലാവരും പൊന്നു പോലെ നോക്കേണ്ട ഒരാളാണ് അമ്മമാർ. അമ്മയും അച്ഛനും എല്ലാവരും തന്നെ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരുപാട് പേരുടെ ഒരു സംശയമാണ്. ചേച്ചി പല കാര്യങ്ങളും ചേച്ചി പറഞ്ഞതൊക്കെ ചെയ്തു, അതുപോലെ ഞാൻ പറഞ്ഞത് തന്നെയല്ല, ഒരുപാട് പേര് ഇതുപോലെ ഞാൻ പറയുന്നത് പോലെ പറഞ്ഞ കാര്യങ്ങളും ജ്യോത്സ്യന്മാർ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് നോക്കിയിട്ടൊന്നും ഉണ്ടല്ലോ ഒരു ഫലവും കിട്ടുന്നില്ല ചേച്ചി. അതെന്ത് കാര്യമാണെന്ന് വെച്ചാൽ നിങ്ങളോട് പറയാട്ടോ. സാമ്പത്തിക പ്രശ്നമോ മറ്റു പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നമോ ഒന്നുമല്ല അവർ ചോദിച്ചത്. മക്കളുടെ കല്യാണം നടക്കാതെ നിൽക്കുന്ന ഒരു കാര്യം. ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ എത്ര കല്യാണം വന്നാലും നടക്കുന്നില്ല. അല്ലേ തന്നെ ചെന്ന് നോക്കിക്കഴിയുമ്പം പറയും ചൊവ്വാദോഷമാണ്, അല്ലെ ചൊവ്വാദോഷമുള്ളവരെ തന്നെ വേണം. അതല്ലെങ്കിൽ പറയുന്ന മെയിനായിട്ട് പറയുന്ന ഒരു വിഷയമാണ് ചെന്ന് നോക്കിക്കഴിയുമ്പം 2 കെട്ട്. അപ്പം അതിൽ പലർക്കും ഈ 2 കെട്ടിനോട് താല്പര്യമില്ല, കുടുംബക്കാർക്കും താല്പര്യമില്ല. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും 2 കെട്ടിനോട് താല്പര്യമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. ആ സമയത്ത് ഉടുതുണി മാറുന്നത് പോലെ കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യമുള്ളവർ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ്. കല്യാണം 2 കെട്ട്, അല്ലെ കല്യാണം എത്രയായാലും നടക്കുന്നില്ല എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കല്യാണം. 40ഉം 45ഉം ഒക്കെ വയസ്സായിട്ട് ആൾക്കാർ നിൽപ്പുണ്ടല്ലോ. എൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പേര് പറഞ്ഞു കഴിയുമ്പം വിഷമമാകും. 2 ആൺകുട്ടികൾ കല്യാണം കഴിക്കാതെ 40 വയസ്സിന് മുകളിലുള്ളവർ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ നിൽപ്പുണ്ട്. പക്ഷെ അത് അവർക്ക് ഇതിൽ നോക്കിക്കഴിയുമ്പോഴത്തേനും പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ കുറേ അന്ധവിശ്വാസങ്ങളും ആൾക്കാർക്കുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു വിഷയം വേറെ. അതുകൊണ്ടുണ്ടല്ലോ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ വ്യക്തമായിട്ടും കേൾക്കണം. അല്ലാതെ ഇത് ഇങ്ങനെ തോണ്ടി തോണ്ടി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണും. വലിച്ചു നീട്ടിയൊന്നുമില്ല കേട്ടോ, നിസ്സാര സമയമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇത് കാണാതിരിക്കരുത്. അപ്പം അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ആവശ്യമുള്ളവരെല്ലാവരും എഴുന്നേറ്റ് ഓടി വന്നേ വാ. അപ്പം ഞാൻ ഈ പറയുന്നതും കാണിച്ചു തരുന്നതും കാര്യങ്ങൾ അപൂർവം ചിലർക്കെങ്കിലും അറിയാമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 2 കെട്ടെന്ന് പറയുന്നവർ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ നല്ലൊരു സമയം, നമ്മൾ കല്യാണത്തിൻ്റെ സമയം പോയി നോക്കുക, ജ്യോത്സ്യനെ കൊണ്ട് കുറിപ്പിക്കുക. അത് ഹിന്ദുക്കളല്ല ക്രിസ്ത്യൻസ് ആണെങ്കിലും ആ സമയം കുറിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നും കുറിക്കാറില്ല. അവർ പോയി നോക്കി ആ സമയം അവരുടെ അനുസരിച്ച് കിട്ടും. അപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ ഈ സമയം കുറിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ചെയ്യണം. നല്ല സമയം നമ്മൾ ജ്യോത്സ്യനെ കണ്ട് കുറിപ്പിക്കുക. അപ്പോൾ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെറുക്കൻ്റെ വീട്ടിൽ ചെയ്യുക, അല്ല പെണ്ണിനാണ് വിഷയമെങ്കിൽ പെൺവീട്ടുകാർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതേ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു വാഴ, ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വാഴ കണ്ടെന്ന് വരില്ല. 1 സെൻറ്റും 2 സെൻറ്റും ഒക്കെ ഉള്ളവർക്ക് വാഴ വയ്ക്കാൻ പറ്റത്തില്ലോ. അപ്പോൾ ആരോടെങ്കിലും ഒരു അനുവാദം ചോദിച്ചിട്ട് അവരുടെ വീട്ടിലെ ഒരു വാഴ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുലച്ച വാഴയാകരുത് കേട്ടോ. കുലച്ച വാഴ പിന്നെ വെട്ടിയാൽ തീർന്നല്ലോ, കൊല വെട്ടിയാൽ. അതുകൊണ്ട് കുലയ്ക്കാതെ ഇതുപോലെ നിൽക്കുന്ന നല്ല തഴച്ച് കൊഴുത്ത് നല്ലതായിട്ട് നിൽക്കുന്ന ഒരു വാഴ, കേട് പിടിച്ചത് നാക്കടഞ്ഞ വാഴയൊന്നും ആകരുത് കേട്ടോ. ഇങ്ങനെ ഒരു വാഴ നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നുവെച്ചിട്ട് ഈ വാഴയുടെ ഇങ്ങനെ വേസ്റ്റായിട്ട് നിൽക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ എല്ലാം നന്നായിട്ട് ഇങ്ങനെ കണ്ടിച്ച് കളഞ്ഞ് വാഴ നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കണം. അതായത് ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനത്തെ ഈ തൊലികളെല്ലാം പൊളിച്ച് ഇങ്ങനെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കണം. ഞാനിപ്പോൾ ഈ വാഴയുടെ കൈയെല്ലാം കൂടെ കണ്ടിച്ച് നിങ്ങളെ വൃത്തിയാക്കി കാണിച്ചാലുണ്ടല്ലോ, എന്നെ ഇവിടുന്ന് ഓടിക്കും വാഴ കളഞ്ഞെന്നും പറഞ്ഞ്. അത്രയ്ക്ക് പൊന്നായിട്ട് അരുമയായിട്ട് വളർത്തുന്ന വാഴ. ഇതുണ്ടോ, ഒരെണ്ണം കൊലച്ചു ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഞാനിത് വാഴ വെട്ടി കാണിക്കുന്നില്ല. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാഴ വൃത്തിയാക്കിയിട്ട് ഈ വാഴയുടെ കൈയൊക്കെ ഇവിടം വെച്ച് ഇങ്ങനെ 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 വെട്ടുക. എന്ന് വെച്ചിട്ട് ഇവിടം കൊണ്ട് വരുമ്പോൾ ഇങ്ങനൊരു തലയുടെ ആകൃതിയിലുണ്ടല്ലോ വാഴയിൽ വെട്ടി ഇങ്ങനെ നിർത്തുക. ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒരു തല പോലെ ഇങ്ങനെ റൗണ്ടിൽ നിങ്ങൾ വെട്ടി നിർത്തുക. അപ്പോൾ ഒരു ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇവിടെ ഒക്കെ നന്നായിട്ട് ചെത്തി ക്ലീൻ ചെയ്ത് കളയണം കേട്ടോ. എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ കല്യാണം കഴിക്കുന്നതിൻ്റെ അന്ന് രാവിലെ വന്ന് ഇത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കണം. എന്നിട്ട് കല്യാണം കഴിക്കുന്നതിൻ്റെ അന്ന് രാവിലെയും ഇത് വന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു കല്യാണ പെണ്ണിനെ ഒരുക്കിയല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ വാഴയുടെ ഇവിടെ
പുരുകം എഴുതി ദേ പൊട്ട് വെച്ചു. നമ്മൾ ഏത് കളർ പൊട്ടാണ് തോന്നുന്നത് അത് വെച്ചു. പെണ്ണാണെങ്കിൽ മൂക്ക് വെച്ചു. മൂക്കും വായും ഒക്കെ ഏകദേശം നമുക്കൊരടയാളം അറിയാം. ആണുങ്ങളാണെങ്കിൽ ഇതൊന്നും വേണ്ട, വാഴയെ കുളിപ്പിച്ച് റെഡിയാക്കി ചുമ്മാ ഒരു മുണ്ടുടുപ്പിച്ചു. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഈ വാഴക്കയ്യെ കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു കയ്യെ, ഈ ഷർട്ടിൻ്റെ കൈ ഇങ്ങനെ ഇടുക, ബട്ടൺസ് ഇടുക, മുണ്ടുടുക്കുക, എന്നിട്ട് കോളർ വയ്ക്കുക. ഒരു ഹിന്ദുക്കളാണ് ഒരു ചന്ദനം ഇങ്ങനെ വാഴയത്തോട് വയ്ക്കുക. ക്രിസ്ത്യൻസോ മുസ്ലിംസോ ഒന്നും ആണെങ്കിൽ അതൊന്നും ചെയ്യണ്ട. പെണ്ണുങ്ങളാണെങ്കിലും എന്താ ചെയ്യേണ്ടത്? ചുമ്മാ ഒരു സെറ്റും മുണ്ടും ഇങ്ങനെ എടുത്ത് ചുറ്റുക. ഇങ്ങനെ തോൾ വഴി ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ഇടാനുള്ള സംവിധാനങ്ങൾ ഈ വാഴക്കയ്യെ തന്നെ ചെയ്യണം. അപ്പം നമ്മൾ സെറ്റും മുണ്ടും ഒക്കെ ഉടുപ്പിച്ചു. എന്നുവെച്ചിട്ട് ചെറുക്കൻ നമ്മൾ ചെന്ന് പൂമാലയൊന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ടെന്നേ, ഉള്ള വില കൊടുത്ത്. നമ്മുടെ ഇതിന് ഏറ്റവും നല്ല മാലയെന്ന് പറഞ്ഞാൽ തുളസിമാലയാണ്. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നു, അല്ല തൊട്ടടുത്ത വീട്ടിൽ നിൽക്കുന്ന തുളസിയുടെ നിലയെടുത്ത് ഇങ്ങനെ കെട്ടി എടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? ആണുങ്ങളാണേലും ഇങ്ങനെ തുളസിമാല ഇടുക. എന്ന് വെച്ചിട്ട് വാഴയുടെ, ഞാൻ ഇങ്ങനെ നെറ്റിയെ പൊട്ട് കുത്തുന്ന കാര്യം പറഞ്ഞല്ലോ, നേരത്തെ കല്യാണത്തിന് മുമ്പ് തന്നെ നെറ്റിയെ പൊട്ട് വന്ന. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നെറ്റിയുടെ നിറുക കണക്കാക്കിയിട്ട് ഇങ്ങനെ ഒരു സിന്ദൂരവും വരയ്ക്കുക. പരിപാടി കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ വാഴയുടെ കൈ, നമ്മൾ ഷർട്ട് ഇട്ട കൈയുണ്ട്, അല്ല ബ്ലൗസ് കയറ്റിയിട്ട കൈയുണ്ട്, ആ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിക്കുക. ഒരു 2 മിനിറ്റ് നേരം കണ്ണടച്ച് നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ സ്ത്രീകളാണെങ്കിൽ അതുപോലെ, സ്ത്രീകളാണെങ്കിൽ വേറെ ഒന്നുമില്ല, പുരുഷൻ്റെ കഴുത്തേൽ മാല ഇടുന്നത് പോണ കിട്ടു, കയ്യിലൊന്ന് പിടിക്കുക. ആ പരിപാടി കഴിഞ്ഞ് ചിലർ ചന്ദനം ചാർത്തി കൊടുക്കുന്നവരുണ്ട്, ചുമ്മാ ഇങ്ങനെയൊന്ന്, അങ്ങനെ ഒന്ന് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം, ഇത് കല്യാണം പോണക്ക് നാടടച്ചു കൂട്ടി നിങ്ങൾ ആരെയും വിളിക്കണ്ട. നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ, ഇപ്പം അച്ഛനോ അമ്മയോ ഉള്ളോ, അവർ മാത്രം മതി ഇതൊന്ന് കാണാനായിട്ട്. അല്ലെങ്കിൽ കൂടപ്പുറമ്പങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലാതെ ഇത് ആഘോഷമായിട്ട് നാട്ടിലുള്ളവരെ വിളിച്ചൊന്നും കാണിക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 3 ദിവസം കഴിഞ്ഞ് ജ്യോത്സ്യനെ പോയി കണ്ടിട്ട് നോക്കിക്കോ, ഉറപ്പായിട്ടും നിങ്ങളുടെ 2 കെട്ടെന്നുള്ള ആ ദോഷം അങ്ങ് മാറിയിട്ട് ഒരു കെട്ടായിട്ട് നിൽക്കും കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എനിക്കറിയില്ല. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ദോഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അതിനേറ്റവും പറ്റിയ പ്രതിവിധിയാണ് 2 കെട്ടുകാർക്ക് ഉള്ള ഈ ദോഷം മാറാനായിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ 2 കെട്ടല്ല, 1 കെട്ടുകാർക്കും വേണമെങ്കിൽ ദോഷം മാറാനായിട്ട് ഇങ്ങനെ, എനിക്ക് കല്യാണം നടന്നില്ലല്ലോ, എൻ്റെ ദോഷം മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യണം? അവർ അമ്പലത്തിൽ പോകണം. ഇവരാ 2 കെട്ടിൻ്റെ ദോഷം മാറാനും ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിൽ പോകണം. പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോയി ഭഗവാന്റെ അടുത്ത് ചെന്ന് വെച്ചിട്ട് മനസ്സിൽ നമ്മൾ ആദ്യം കെട്ടിയ ഭാര്യ കൂടെ ഉണ്ടെന്ന് സങ്കല്പിച്ച് അമ്പലത്തിന് വലം വെച്ച് വന്ന് അന്നത്തെ നാളിൻ്റെ അനുസരിച്ച് അവിടെ ഒരു വഴിപാട് കഴിക്കാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. പള്ളിക്കാരാണെങ്കിൽ അവർ ചെയ്യുന്ന വഴിപാട് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോളും. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്പുകളാണ്. ഇത് മന്ത്രമോ തന്ത്രമോ കൂടോത്രോ ഒന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.